ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സുജാതയുടെ 2 വ്യത്യസ്തമായ മിക്സർ ഗ്രൈൻഡറുകളാണ് അൺബോക്സിംഗ് റിവ്യൂ ചെയ്യുന്നത്. ഒന്ന് സുജാതയുടെ പവർമാറ്റിക് പ്ലസ് ജ്യൂസർ മിക്സർ ഗ്രൈൻഡറും മറ്റൊന്ന് സുജാതയുടെ ഡൈനാമിക് DX മിക്സർ ഗ്രൈൻഡറുമാണ്. ഈ 2 മോഡലുകളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, സുജാത പവർമാറ്റിക് പ്ലസ് ജ്യൂസർ മിക്സർ ഗ്രൈൻഡർ മെയിനായിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനോടൊപ്പമുള്ള ചെറിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാറിൽ അത്യാവശ്യ രീതിയിലുള്ള ചെറിയ പൊടിപ്പിക്കലെല്ലാം ചെയ്യാവുന്നതാണ്. ഇനി ഈ ജ്യൂസറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ പവർഫുള്ളായിട്ടുള്ള 900 വാട്ട്സിൻ്റെ ഡബിൾ ബെയറിംഗ് മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 22,000 RPMലാണ് ഇതിൻ്റെ പ്രവർത്തനം. നല്ല കാര്യക്ഷമതയുള്ള മോട്ടറായതുകൊണ്ട് തീരെ മെയിൻ്റനൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഇതിലെ അരിപ്പ, അതായത് ഹണികോം ഫിൽട്ടർ മെഷ്, നല്ല രീതിയിൽ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. തൊണ്ണൂറ് മിനിറ്റ് വരെ ഈ ജ്യൂസർ തുടർച്ചയായി ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. കൂടാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വലിയൊരു അൺബ്രേക്കബിൾ ജാറും ഇതിനോടൊപ്പം ലഭിക്കും. ഷേക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ജാർ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സുജാത പവർമാറ്റിക് പ്ലസ് ജ്യൂസർ മിക്സർ ഗ്രൈൻഡറിൻ്റെ പ്രത്യേകതകൾ. അടുത്തതായി നമുക്ക് സുജാത ഡൈനാമിക് DX മിക്സർ ഗ്രൈൻഡറിനെ പരിചയപ്പെടാം. ഇത് പ്രധാനമായും അരക്കൽ, പൊടിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. 2 വർഷം വരെ കമ്പനി ഇതിന് വാറണ്ടി നൽകുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വെറ്റ് ഗ്രൈൻഡറും ഒരു ചട്നി ജാറും ഒരു ഡ്രൈ ഗ്രൈൻഡറുമാണ്. പിന്നെ ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഇതിലും വളരെ പവർഫുൾ ആയിട്ടുള്ള 900 വാട്ട്സ് ഡബിൾ ബെയറിംഗ് മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോട്ടറിൻ്റെ വേഗത എന്ന് പറയുന്നത് 22,000 RPM ആണ്. അതുകൊണ്ട് തന്നെ ഈ മോട്ടർ നല്ല കാര്യക്ഷമതയും കുറഞ്ഞ മെയിൻ്റനൻസും ഉറപ്പുവരുത്തുന്നു. ഇതും 90 മിനിറ്റ് തുടർച്ചയായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു മിക്സിയാണ്. മാവ് പോലുള്ള സാധനങ്ങൾ അരയ്ക്കാനാണ് ഈ വലിയ ജാർ ഉപയോഗിക്കുന്നത്. നല്ലൊരു ക്ലിപ്പും ഈ ജാറിൻ്റെ അടപ്പിന് നൽകിയിട്ടുണ്ട്. കൂടാതെ അതിനു മുകളിൽ ചെറിയൊരു അടപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അരച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നതിനായി ഈ ജാർ മുഴുവനായും തുറക്കേണ്ട ആവശ്യമില്ല.
ഈ രണ്ട് മിക്സികളും രണ്ട് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിലെ ആവശ്യമനുസരിച്ച് വേണം ഏത് മോഡലും തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.